ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു LLC അക്കാഡമി. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേരള PSC NVT കോമേഴ്സ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. റിസർച്ച് മെത്തഡോളജിയിൽ ഈ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ പാർട്ടിൽ എൻ്റെ ആയിട്ടുള്ള നിങ്ങളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസറുമായിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് എ ടെമ്പറൽ ഒക്കറൻസ് വിച്ച് ഫോളോസ് ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് പ്രിസീഡ്സ് ദ dependent variable. Options A, moderating variable. Option B, intervening variable. Option C, extraneous variable. Option D, mediating variable. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. ഡാഷ് ഈസ് എ ടെമ്പറൽ ഒക്കറൻസ് വിച്ച് ഫോളോസ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ ഫോളോ ചെയ്യുകയും ഡിപ്പെൻഡൻറ്റ് വേരിയബിളെ പ്രിസീഡ് ചെയ്യുകയും ചെയ്യുന്ന കോസൽ പാത്വേയിലുള്ള ടെമ്പറൽ ഒക്കറൻസ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഓപ്ഷൻസിൽ നിന്ന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഇൻ്റർവീനിങ് വേരിയബിൾ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാം എന്താണ് വേരിയബിൾസ്, അതുപോലെ തന്നെ വേരിയബിൾസിൻ്റെ ടൈപ്സ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഡിപ്പെൻഡൻറ്റ് വേരിയബിളും എന്താണ്, അതുപോലെ തന്നെ ബാക്കിയുള്ള ഓപ്ഷൻസുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ആണ് വേരിയബിൾസ് ആണ്. വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ റിസർച്ച് ഡിസൈൻ ആൻഡ് അനാലിസിസിൽ വേരിയബിൾസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അവരുടെ റോൾസ് ആൻഡ് റിലേഷൻഷിപ്പ് വെച്ചിട്ട് എന്ത് ചെയ്യാം, വേരിയബിൾസിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പം ഈ ഡിവിഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട രണ്ട് ടൈപ്പ് വേരിയബിൾസ് ആണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസും ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസും. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വേരിയബിൾ ദാറ്റ് ഈസ് മാനിപ്പുലേറ്റഡ് ഓർ കാറ്റഗറൈസ്ഡ് ടു ഒബ്സർവ് ഇറ്റ്സ് ഇഫക്റ്റ് ഓൺ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൽ ഒരു വേരിയബിളിൻ്റെ ഇഫക്റ്റ് എന്താണെന്നുള്ള കാര്യം ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ എന്താണ് കാറ്റഗറൈസ് ചെയ്യുകയും ചെയ്യുന്ന വേരിയബിൾസിനെയാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റിസർച്ച് ഡിസൈനിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് എന്താണ്, ദ വേരിയബിൾ ദാറ്റ് ഈസ് മാനിപ്പുലേറ്റഡ് ഓർ കാറ്റഗറൈസ്ഡ് ടു ഒബ്സർവ് ഇറ്റ്സ് ഇഫക്റ്റ് ഓൺ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ്. അപ്പം ഏത് വേരിയബിളിനെയാണോ മാനിപ്പുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്തിട്ട് അതിൻ്റെ ഇഫക്റ്റ് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൽ എങ്ങനെയാണെന്നുള്ള ഒരു ഒബ്സർവ് ചെയ്യുന്നത്, അത്തരം വേരിയബിളാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇനി ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ദ ഔട്ട്കം ഓർ ദ വേരിയബിൾ ദാറ്റ് ഈസ് മെഷേർഡ് ടു സീ ദ ഇഫക്റ്റ് ഓഫ് ദി ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എന്താണ് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്ന സമയത്ത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ മുകളിൽ എന്തുണ്ടാവും, അതിനൊരു എഫക്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഔട്ട്കം ഓർ വേരിയബിൾ ദാറ്റ് ഈസ് മെഷേർഡ് ടു സീ ദ ഇഫക്റ്റ് ഓഫ് ദി ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ ഇഫക്റ്റ് ഒരു വേരിയബിളിൽ എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന് നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ അത്തരം വേരിയബിൾസിനെയാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓർക്കുക, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ മീൻസ് ദ ഔട്ട്കം ഓർ ദ വേരിയബിൾ ദാറ്റ് ഈസ് മെഷേർഡ് ടു സീ ദ ഇഫക്റ്റ് ഓഫ് ദി ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ദെൻ നെക്സ്റ്റ് ഇൻ്റർവീനിങ് വേരിയബിൾ ആണ്. ഇൻ്റർവീനിങ് വേരിയബിളിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് മീഡിയേറ്റർ എന്നും വിളിക്കാറുണ്ട്. ഇറ്റ്സ് എ വേരിയബിൾ ദാറ്റ് ഒക്കേഴ്സ് ബിറ്റ്വീൻ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഇൻ എ കോസൽ പാത്വേ. അപ്പോൾ ഒരു കോസൽ പാത്വേയിൽ, റിസർച്ചിലെ കോസൽ പാത്വേയിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെയും ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെയും നടുവിൽ ഒക്കർ ചെയ്യുന്ന വേരിയബിളാണ് ഇൻ്റർവീനിങ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ പ്രോസസ് ത്രൂ വിച്ച് ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എഫക്റ്റ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. അപ്പോൾ ഏത് പ്രോസസ്സിലൂടെയാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ ഇഫക്റ്റ് ചെയ്യുന്നത് എന്ന് പറയുന്ന എക്സ്പ്ലെയിൻ ചെയ്യുന്ന പ്രോസസ്സാണ് ഇൻ്റർവീനിങ് വേരിയബിൾ എന്ന് പറയുന്നത്. ദിസ് വേരിയബിൾ കംസ് ആഫ്റ്റർ ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ക്വസ്റ്റ്യൻ തന്നെ ഇതായിരുന്നു, ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിന് ശേഷവും ബിഫോർ ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ടെമ്പറൽ സീക്വൻസിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിന് ശേഷവും ഡിപ്പെൻഡൻറ്റ് വേരിയബിളിന് മുമ്പായിട്ടും ഒക്കർ ചെയ്യുന്ന വേരിയബിളാണ്, ടെമ്പറൽ വേരിയബിളാണ് ഇൻ്റർവീനിങ് വേരിയബിൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻസിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ഇൻ്റർവീനിങ് വേരിയബിൾ തന്നെയാണ്. ദെൻ നെക്സ്റ്റ് ബാക്കിയുള്ള വേരിയബിൾസ് ഏതൊക്കെയാണ് ക്വസ്റ്റ്യനിലുള്ളത് നോക്കാം. അതിൽ ഫസ്റ്റ് കൊണ്ട് പറയുന്നതാണ് മോഡറേറ്റിംഗ് വേരിയബിൾ. ഇപ്പോൾ എന്താണ് മോഡറേറ്റിംഗ് വേരിയബിൾ എന്ന് വെച്ചാൽ എ വേരിയബിൾ ദാറ്റ് ഇൻഫ്ലുവൻസ് ദ സ്ട്രെങ്ത് ഓർ ഡയറക്ഷൻ ഓഫ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ബട്ട് ഡസ് നോട്ട് നെസസറിലി ഫോളോ എ ടെമ്പറൽ സീക്വൻസ് ബിറ്റ്വീൻ ദം. അപ്പം മോഡറേറ്റിംഗ് വേരിയബിൾ എന്ന് പറയുന്നത് ഒരു വേരിയബിളാണ്, അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസസ് ദ സ്ട്രെങ്ത് ആൻഡ് ഓർ ഡയറക്ഷൻ ഓഫ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെയും ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെയും ഇടയിലുള്ള റിലേഷൻഷിപ്പിൻ്റെ സ്ട്രെങ്ത് എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ ഡയറക്ഷൻ എങ്ങനെയാണെന്നുള്ള കാര്യം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വേരിയബിൾസാണ്
മോഡറേറ്റിംഗ് വേരിയബിൾ എന്ന് പറയുന്നത്. പക്ഷേ ആ ടെമ്പറൽ സീക്വൻസിൽ ഇവർക്കിടയിൽ നിൽക്കുന്ന വേരിയബിൾ അല്ല മോഡറേറ്റിംഗ് വേരിയബിൾ എന്ന് പറയുന്നത്. അതിൻ്റെ സ്ട്രെങ്തോ അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് ദ റിലേഷൻഷിപ്പോ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വേരിയബിൾസാണ് മോഡറേറ്റിംഗ് വേരിയബിൾ എന്ന് പറയുന്നത്. അടുത്തതാണ് എക്സ്ട്രാനിയസ് വേരിയബിൾസ് ദാറ്റ് ആർ നോട്ട് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ദ സ്റ്റഡി ബട്ട് കുഡ് എഫക്ട് ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. നമ്മൾ സ്റ്റഡിയിൽ അല്ലെങ്കിൽ റിസർച്ച് ഡിസൈനിൽ ഭാഗമായിട്ടുള്ള അതിലൊരു ഇൻട്രസ്റ്റും വരാത്ത വേരിയബിൾസ്, പക്ഷേ എന്താണ് അത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, നമ്മുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം വേരിയബിൾസ് ആണ് എക്സ്ട്രാനിയസ് വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർക്കുക, വേരിയബിൾസ് ദാറ്റ് ആർ നോട്ട് ഇൻട്രസ്റ്റ് ഇൻ ദ സ്റ്റഡി, നമ്മുടെ സ്റ്റഡിയിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്ത വേരിയബിൾ ബട്ട് എന്താണ് ഇറ്റ് കുഡ് എഫക്ട് ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, അത് ഉറപ്പായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം വേരിയബിളാണ് എക്സ്ട്രാനിയസ് വേരിയബിൾ. ദീസ് നീഡ് ടു ബി കൺട്രോൾഡ് ഓർ അക്കൗണ്ടഡ് ഫോർ ടു അവോയ്ഡ് കോൺഫൗണ്ടിങ് റിസൾട്ട്. അപ്പോൾ നമ്മുടെ റിസൾട്ടിനെ എഫക്റ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള എക്സ്ട്രാനിയസ് വേരിയബിൾസിനെ നമ്മൾ കൺട്രോൾ ചെയ്യുകയും അക്കൗണ്ട് ചെയ്യുകയും ചെയ്യണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മളെ സ്റ്റഡീനെ ഈ ഒരു വേരിയബിൾ എഫക്റ്റ് ചെയ്യാതിരിക്കുള്ളൂ. അതുകൊണ്ട് പറയാം ദേ ആർ നോട്ട് സ്പെസിഫിക്കലി പാർട്ട് ഓഫ് കോസൽ പാത്വേ. നമ്മുടെ കോസൽ പാത്വേയുടെ ഒരിക്കലും ഒരു സ്പെസിഫിക്കലി പാർട്ടല്ല എക്സ്ട്രാനിയസ് വേരിയബിൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെയും ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ ഇടയിൽ ആ ഒരു വേരിയബിൾ കോസൽ പാത്വേയിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, എക്സ്ട്രാനിയസ് വേരിയബിൾ വരില്ല. ദെൻ നെക്സ്റ്റ് മീഡിയേറ്റിംഗ് വേരിയബിൾ ആണ്. മീഡിയേറ്റിംഗ് വേരിയബിൾ എന്ന് പറയുന്നത് ദിസ് ഈസ് എസെൻഷ്യലി അനദർ ടേം ഫോർ ഇൻ്റർവീനിങ് വേരിയബിൾ. നോർമലി ഇൻ്റർവീനിങ് വേരിയബിളിൻ്റെ വേറൊരു വേർഡായിട്ടാണ് മീഡിയേറ്റിംഗ് വേരിയബിളിനെ യൂസ് ചെയ്യുന്നത്. ഈ രണ്ട് ടേംസും നമ്മൾ ഇൻ്റർചേഞ്ചബിളി പല കോണ്ടെക്സ്റ്റുകളിലും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ പക്ഷേ മീഡിയേറ്റിംഗ് വേരിയബിൾ എക്സാക്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻസ് ദ മെക്കാനിസം ത്രൂ വിച്ച് ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഇൻഫ്ലുവൻസ് ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എങ്ങനെയാണ്, ഏത് മെക്കാനിസത്തിലൂടെയാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് തന്നെയാണ് മീഡിയേറ്റിംഗ് വേരിയബിളും പറയുന്നത്. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യനിൽ കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ള ടേം എന്ന് പറയുന്നത് ഇൻ്റർവീനിങ് വേരിയബിൾ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഓപ്ഷൻ ബി ഇൻ്റർവീനിങ് വേരിയബിളിനെ ആൻസറായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ നോക്കാം. ഫസ്റ്റ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഏതാണ് ടെമ്പറൽ ഒക്കറൻസ് വിച്ച് ഫോളോസ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് പ്രിസീഡ്സ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ ഫോളോ ചെയ്യുകയും ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ പ്രിസീഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ടെമ്പറൽ ഒക്കറൻസ് ഉണ്ട് കോസൽ പാത്വേയിൽ. അത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഇൻ്റർവീനിങ് വേരിയബിൾ ആണ്. ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് ഏത് വേരിയബിളിനെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണോ അതിൻ്റെ എഫക്റ്റ് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൽ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം ഒബ്സർവ് ചെയ്യുന്നത്, അത്തരം വേരിയബിൾസിനെയാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരു വേരിയബിൾ ഉണ്ട്. ആ ഒബ്സർവ് ചെയ്യുന്ന വേരിയബിൾ ആണെന്ത്, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏത് വേരിയബിളിൻ്റെ മുകളിലാണോ നമ്മൾ ഔട്ട്കം അല്ലെങ്കിൽ അതെങ്ങനെയാണെന്നുള്ള കാര്യം മെഷർ ചെയ്യുന്നത്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ എഫക്റ്റ് എങ്ങനെയാണ് ഒരു കാര്യത്തിൻ്റെ മുകളിൽ എഫക്റ്റ് ചെയ്യുന്നുള്ള കാര്യം ഔട്ട്കം മെഷർ ചെയ്യുന്നത്, അങ്ങനെ ഔട്ട്കം മെഷർ ചെയ്യുന്ന ആ വേരിയബിളിനെയാണ് എന്ത് വിളിക്കുന്നത്, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇനി ഇൻ്റർവീനിങ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ടെമ്പറൽ ഒക്കറൻസ് ആണ് ബിറ്റ്വീൻ എന്താണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. അപ്പം ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെയും ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെയും ഇടയിലുള്ള കോസൽ പാത്വേയിലുള്ള വേരിയബിളാണ് ഇൻ്റർവീനിങ് വേരിയബിൾ. അപ്പോൾ എങ്ങനെയാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ ഇഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ആണ് ഇൻ്റർവീനിങ് വേരിയബിൾ പറയുന്നത്. ദെൻ നെക്സ്റ്റ് മോഡറേറ്റിംഗ് വേരിയബിൾ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെയും ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെയും റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രെങ്ത് എങ്ങനെയാണ് ഇൻഫ്ലുവൻസ്, അതിൻ്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് റിലേഷൻഷിപ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ടൈപ്പ് വേരിയബിൾസ് ആണ് മോഡറേറ്റിംഗ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഇനി എക്സ്ട്രാനിയസ് വേരിയബിൾസ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റഡിയുടെ പാർട്ടായിട്ട് വരുന്ന വേരിയബിൾ അല്ല, പക്ഷേ എന്താണ് അത് കൺട്രോൾ ചെയ്യണം, കാരണം അത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ ഇഫക്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ മീഡിയേറ്റിംഗ് വേരിയബിൾ ഇൻ്റർവീനിങ് വേരിയബിളിൻ്റെ വേറൊരു വേർഡാണ്. പക്ഷേ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഇൻ്റർവീനിങ് വേരിയബിൾ എന്ന ഓപ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചും കൂടെ ആപ്റ്റ് ആയിട്ടുള്ള ടേമാണ്, ആപ്റ്റ് ആയിട്ടുള്ള ആൻസറാണ് ഇൻ്റർവീനിങ് വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ദെൻ നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് പറയാം, നിങ്ങളെല്ലാവരും ആൻസർ ചെയ്ത് നോക്കാം. A dash design is employed to measure the effect of two or more independent variables at various levels. Options: A factorial, B Latin square, C a randomized block, ഓപ്ഷൻ ഡി കംപ്ലീറ്റ്ലി റാൻഡമൈസ്ഡ്. അപ്പോൾ എല്ലാവരും ആൻസർ ചെയ്ത് നോക്കുക ക്വസ്റ്റ്യൻ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനെ ഡിസ്കസ് ചെയ്യുന്നതാണ്.
അപ്പം റിസർച്ച് മെത്തഡോളജിയുടെ ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ, സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ HSST കോമേഴ്സ് കോഴ്സിൽ നമ്മൾ ഫോൾഡറിലാക്കി ഇട്ടിട്ടുണ്ട്. അപ്പം ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഈ ഒരു ടോപ്പിക്കുകളിലൊക്കെ ഐഡിയാസ് ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്